നമുക്കിന്ന് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ക്യാപ്പിച്ചിനോയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോഫി പൗഡറാണ്. ഞാനിവിടെ നെസ്കഫേയുടെ കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ നെസ്കഫേയുടെ ഈ കോഫി പൗഡർ തരിയോട് കൂടിയതാണ്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം, ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 1/2 കപ്പോളം കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ മിക്സിയുടെ ജാർ എടുക്കുന്ന സമയത്ത് അത് നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം, നനവൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി നമ്മൾ പൊടിച്ച കോഫി പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അതേ അളവ്, അതായത് 1/4 കപ്പാണ് ഞാനിവിടെ കോഫി പൗഡർ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യമായിട്ട് നമ്മൾ ഇത് ഒരു 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. സ്ലോ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 30 സെക്കൻഡ് സ്ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് 3 മിനിറ്റോളം ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഏകദേശം ഇതേപോലെ വരും. ഇനി നമുക്ക് ഒരു സ്പാച്ചില വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 2-3 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഹൈ സ്പീഡിലാണ് ബീറ്റ് ചെയ്യേണ്ടത്. നന്നായിട്ടൊന്ന് ഹൈ സ്പീഡിൽ ഒരു 3 മിനിറ്റ് നേരം ബീറ്റ് ചെയ്യുക. അതിനുശേഷം സ്പാച്ചില വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഹൈ സ്പീഡിൽ തന്നെ 2 മിനിറ്റോ 3 മിനിറ്റോളം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലും കുറച്ചുകൂടി ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് സ്റ്റിഫായിട്ട് വരണം. ഇത് ഈ ക്രീം നമ്മൾ കുടഞ്ഞാലും താഴെ പോകാൻ പാടില്ല, ആ പരുവത്തിലാവണം. സാധാരണ നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്യുന്ന അതേ കൺസിസ്റ്റൻസിയിലാവണം. അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സ്റ്റിഫായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. പിന്നെ ഇത് ഒരാഴ്ച വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരാഴ്ച വരെ നമുക്കിത് കേടുകൂടാതെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ളത് ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ല ചൂടോടെയാണ് നമ്മൾ ഇതിലേക്ക് പാൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു പാക്കറ്റ് പാൽ എടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഞാനിതിൽ ഒരു ചെറിയ ഡെക്കറേഷൻ മുകൾ ഭാഗത്തായിട്ട് ചെയ്യുന്നുണ്ട്. സാധാരണ ക്യാപ്പിച്ചിനോയിൽ നമ്മൾ മുകളിൽ കാണുന്ന ഡെക്കറേഷൻ പോലെ ആവുന്നില്ലെങ്കിലും ഏകദേശമൊക്കെ അതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പരീക്ഷണം നടത്തി നോക്കിയതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇത് തിളക്കുന്ന സമയത്ത്, പാല് തിളക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലുണ്ടാകുന്ന ആ ഒരു പത ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് അത് മാത്രം ഒന്ന് വേർതിരിച്ചെടുക്കണം ഇതുപോലെ. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നന്നായിട്ട് നമുക്ക് ആ പദം മാത്രം എടുത്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതുപോലെ നമ്മുടെ പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഇടാൻ മറന്നിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ തിളക്കുന്ന സമയത്ത് പാലിലേക്ക് തന്നെ 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് മൂടി വെച്ചൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ളത് ഇതിന് മുകളിൽ വെക്കേണ്ട ഡെക്കറേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ച വിപ്പിംഗ് ക്രീമാണ് ഇത്. 1 ടീസ്പൂൺ എടുത്തിട്ട് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കണം. പിന്നെ ഞാനിവിടെ ഒരു വിസ്ക് യൂസ് ചെയ്യുന്നുള്ളൂ. അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ സാധാരണ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന ആ രീതിയിലൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നങ്ങ് പൊന്തി കിട്ടിയാൽ മതി. ഇതുപോലെ ഒന്നങ്ങ് പൊന്തി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് പാലിൽ നിന്നും മാറ്റി വെച്ച പാലിൻ്റെ മുകളിലെ പതയുണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മൾ ക്യാപ്പിച്ചിനോയുടെ മുകളിലായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഞാനിവിടെ അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതി ചെയ്തതാണ്. വെറും പരീക്ഷണം മാത്രമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് തോന്നി. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. ഇപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക്
കാപ്പിച്ചിനോ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നമ്മൾ തിളപ്പിച്ച് വെച്ച പാലുണ്ടല്ലോ അതൊന്ന് ഒരു പകുതിയോളം ഈ കപ്പിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച കാപ്പിച്ചിനോയുടെ ബാറ്റർ ഉണ്ടല്ലോ അതിൽ നിന്നും ഒരു 2 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇത് നമുക്ക് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചും ഇഷ്ടത്തിനനുസരിച്ചും ഇടാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ 2 ടീസ്പൂണാണ് ഇതിലേക്ക് ഇടുന്നത്. ഇനി അടുത്ത കപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് 1 ടീസ്പൂണേ ഇടുന്നുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് കടുപ്പത്തിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും കടുപ്പത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇത് നമുക്ക് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പാലിലൊന്ന് മിക്സായി വരണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട്, ഞാനിവിടെ ചെറിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത്, ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ട് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ക്രീമിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ അതിൽ നിന്നും 1 ടീസ്പൂൺ എടുത്തിട്ട് ഇതിലൊന്ന് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു ചെറുതായിട്ടൊന്ന് ഒരു ശ്രമം നടത്തി നോക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കാപ്പിച്ചിനോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ കപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു കപ്പിലേക്ക് 3/4 ഭാഗത്തോളം പാലാണ് ഞാൻ ഒഴിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കാപ്പിച്ചിനോയുടെ ബാറ്ററാണ് ഇടുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സ്പൂൺ എടുത്തിട്ട് ക്രീം ഒന്ന് ചെറുതായിട്ടൊന്ന് എല്ലായിടത്തും ഒന്ന് ഡോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്ക്യൂർ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം ഇതുപോലെ. അതുപോലെ ഞാൻ വേറൊരു കപ്പിലൂടെ ചെയ്തിട്ടുണ്ട്. ഇതിന് നടുവിലായിട്ട് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡ് ഭാഗങ്ങളിലൂടെ ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ക്യൂർ വെച്ചിട്ടൊന്ന് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കാപ്പിച്ചിനോ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണാം. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ ബൈ.